ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ഇഞ്ചി ചെറിയൊരു പീസ്, ഒരു സവാള, ഒരു 8 കൊച്ചുള്ളി, ഒരു കിഴങ്ങ്, കുറച്ച് പച്ചമുളക്, ഒരു അതായത് ഒരു പകുതി വെളുത്തുള്ളി, ഒരു തക്കാളി. ഇതൊക്കെയാണ് ചിക്കൻ കറി ചേർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പാത്രം ചൂടാക്കുന്നത് അതിനകത്ത് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്ത് കടുക് വേണമെന്നവർക്കിടാം. എനിക്ക് കടുക് ഇഷ്ടമായിട്ട് ഞാൻ ലേശം കടുക് ഇടുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. കടുക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഒരല്ലി കറിവേപ്പില ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞിട്ടേക്കുന്ന സവാള ഇടാൻ പോകണം. സവാള കൊച്ചുള്ളി ഇടുക. വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് ശരിയാക്കണം. അതുകൊണ്ട് സവാള കൊച്ചുള്ളി ഇടുക. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇടണം. തക്കാളി പച്ചവളം ഇടുക. തക്കാളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം ഇതിനകത്ത് വേണം. പെട്ടെന്ന് കറിയാവും. കാരണം തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ സമയമില്ല. നമുക്ക് പെട്ടെന്നുള്ള ചിക്കൻ കറിയാണ്. ചിക്കൻ മസാല ഇടാം. ചിക്കൻ മസാല പൊടി ഉണ്ടല്ലോ ഇടാം. അത് ഞാനൊരു 1/2 ടീസ്പൂൺ കണക്കൂട്ടി ഇടുന്നത്. കാരണം തോനെ എനിക്ക് പറ്റില്ല. ഈ പൊടി കട്ട് ചെയ്യട്ടെ. അപ്പോൾ ചിക്കൻ മസാല ഇപ്പോൾ ഇടുന്നത് ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്ന വരെ ഇതൊന്ന് ഇറക്കി പോകും. ഇതൊക്കെയാണ് നമ്മുടെ പ്രവാസികൾ പെട്ടെന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഈ പരിവായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കിഴങ്ങ് അരിഞ്ഞ് വെച്ചേക്കുന്ന കിഴങ്ങിലാണ് വാങ്ങിയിടാം. കിഴങ്ങിട്ട് അതിനുശേഷം ഈ ചിക്കൻ ഇതിനകത്ത് ഇടുക. ചിക്കൻ ഇട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇളക്കി എടുത്തിട്ട് കാര്യം വരും. ഓക്കെ, അപ്പോൾ ഇത് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കണം. ലേശം ഉപ്പ് ഇടുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഉപ്പ് മാറിപ്പോയി, ഉപ്പ് കടുപ്പായി പോയി. പൊടിയുപ്പ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ലേശം ഉപ്പ് ഇടുക. എന്നിട്ട് അടച്ച് വെക്കുക. ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ അടച്ച് വെക്കുക. അതാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം ചാറിന് വേണ്ടി. ഓക്കെ, ഒരു ലേശം വെള്ളം പാകത്തിന് വെച്ച് കൊടുക്കണ്ടേ. ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇങ്ങനെ ഇളക്കി അടച്ച് 10 മിനിറ്റ് വെക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിരിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവരെ എന്തായാലും നോക്കാം. വെന്ത് എന്നാണ് വിശ്വാസം. വെന്തിട്ടുണ്ടേ. അപ്പോൾ ചിക്കൻ കറി ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പ്രവാസി ചിക്കൻ കറി. അപ്പോൾ ഓഫ് ചെയ്യാം. ഓക്കെ, ഓഫ് ചെയ്ത് അടച്ച് വെച്ചേക്കാം. ഇച്ചിരി ജോലി ഉണ്ടെന്ന് കുളിച്ച്